ബംഗാളിൽ കന്നുകാലി കശാപ്പിന് നിയന്ത്രണം കർശനമാക്കിയതോടെ പ്രതിസന്ധിയിലായി കന്നുകാലി കർഷകരും കച്ചവടക്കാരും. 14 വയസ്സ് കഴിഞ്ഞതോ വൈകല്യമുള്ളതോ ആയ പശുക്കളെയും പോത്തുകളെയും മാത്രമാണ് കശാപ്പ് ചെയ്യാൻ അനുവാദമുള്ളത്. എന്നാൽ മൃഗങ്ങളുടെ കൃത്യമായ പ്രായം തെളിയിക്കുന്ന രേഖകളോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ എങ്ങനെ നൽകണമെന്നറിയാതെ വലയുകയാണ് സാധാരണക്കാരായ കർഷകരും വ്യാപാരികളും. മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് രാജ്യത്ത് നടപ്പിലാക്കിയ ഈ നിയമം കർശനമാകുന്നതോടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള കർഷകരാണ്. കന്നുകാലി മാർക്കറ്റുകൾ പൂർണ്ണമായും സ്തംഭിച്ചു. കശാപ്പ് ശാലകൾ നിശ്ചലമായി. ഒരറ്റവും മറ്റേറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകരെ അങ്ങനെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്നതായി സർക്കാരിൻ്റെ പുതിയ തീരുമാനം. സംസ്ഥാനത്തെ പല മാർക്കറ്റുകളിലും പ്രതിദിനം വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നത് 2000-ഓളം കന്നുകാലികളാണ്. ലക്ഷങ്ങളുടെ ലോണെടുത്ത് പശുക്കളെ വാങ്ങിയിട്ട് അതടയ്ക്കാനാകാതെ വിൽക്കാൻ തീരുമാനിച്ച കർഷകരുടെ മുതുകിലേറ്റ കനത്ത അടി കൂടിയാണിത്. നിറകണ്ണുകളോടെ പലരും പറയുന്നു, ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ വേറെ വഴികളില്ലെന്ന്. തങ്ങൾ ജീവിക്കുന്നത് ഭയത്തിലാണെന്ന്. ബംഗാൾ പിടിച്ചെടുത്ത നാൾ മുതൽ അവിടെ പശുക്കടത്തും ഗോവധവും ആരോപിച്ച് ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ളവർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നുണ്ട്. എല്ലാ BJP സംസ്ഥാനങ്ങളിലെയും പോലെ ഹിന്ദുത്വർക്ക് സർക്കാർ നൽകുന്ന വടി കൂടിയായി മാറിയിരിക്കുന്നു കന്നുകാലി കശാപ്പ് നിയന്ത്രണ നിയമം. ഇതിനോടകം തന്നെ സാമൂഹ്യമായും അതീവ പിന്നാക്കം നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങളെയാണ് ഇത്തരം നിയമങ്ങളിലൂടെ സർക്കാർ ഒന്നുകൂടി പുറന്തള്ളുന്നത്.